എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊമോട്ട് ദോസ് വിത്ത് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമ്മുടെ ഒരു വലിയൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാലവും ഒരു പക്ഷേ ആ ഒരു നേതൃസ്ഥാനത്ത് ഉണ്ടാവണം നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കഴിവുള്ള വ്യക്തികൾ ആരാണോ അവരെ പതുക്കെ പതുക്കെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. അതല്ലാതെ എൻ്റെ ജോലി കഴിഞ്ഞു, എൻ്റെ കാലാവധി കഴിഞ്ഞ് ഞാൻ പോവുക എന്നുള്ളത് മാത്രമല്ല, ആ ഒരു പ്രസ്ഥാനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് അടുത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതൊരു പ്രസ്ഥാനം മാത്രമല്ല, ഒരു കുടുംബത്തിലാണെങ്കിലും വളരെ അധികം അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നമുക്ക് ശേഷം ആരായിരിക്കും ആ സ്ഥാനത്തേക്ക് എത്തുക, കഴിവുള്ളവരാരാണ്, അവരുടെ കഴിവിനെ നമ്മൾ വളർത്തിയെടുക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിന് സ്ഥാനക്കയറ്റം കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു വലിയൊരു പ്രസ്ഥാനമാണെങ്കിൽ, വലുതല്ല ചെറുതാണെങ്കിൽ പോലും അതിൽ കാലങ്ങളായിട്ട് നിൽക്കുന്ന ആളുകളെ അടുത്ത ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് ജൂനിയറായിട്ട് വരുന്ന ആളുകളെ പഠിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം കൂടെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പല സ്കൂളുകളിലും നമ്മൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകാം, ഈ മുതിർന്ന ക്ലാസ്സിലുള്ള കുട്ടികളെ, ചെറിയ കുട്ടികളെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരെ ഡിസിപ്ലിൻ പഠിപ്പിക്കാനും ഒക്കെ വിടാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവരിൽ വളർത്തിയെടുക്കാനായിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ പലപ്പോഴും ഈ പറഞ്ഞ പോലെ സ്കൂളുകളിലൂടെ തീരുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ പലപ്പോഴും അത് പ്രാക്ടിക്കലായിട്ട് പലരും അത് നടത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് വിട്ടിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു പ്രസ്ഥാനത്ത് കഴിവുള്ള വ്യക്തികളുടെ കഴിവിനെ മനസ്സിലാക്കി അവർക്ക് വേണ്ട സ്ഥാനക്കയറ്റം കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്കൊരു പ്രചോദനമായി മാറും. അതുവഴി തന്നെ അവർക്കും അവരുടെ താഴെയുള്ള മറ്റ് ജൂനിയേഴ്സിനും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും പഠിച്ചെടുക്കാനും തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ നമ്മുടെ നേതാക്കളെ തീർച്ചയായിട്ടും നമ്മൾ വേണം കണ്ടെത്താനായിട്ട്. അവരെ കണ്ടെത്തി അവർക്ക് വേണ്ട ഒരു എന്താ പറയുന്നത്, ഒരു അക്നോളജ്മെൻറ്റ്, ഒരു അപ്രീസിയേഷൻ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ സാധിക്കട്ടെ. അതുവഴി അവർക്കും സന്തോഷമാകട്ടെ, നമുക്കും ഒരുപാട് കാര്യങ്ങൾ അതുവഴി നേടിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.